ഭാഗവതം ക്യാൻറ്റോ 3 ചാപ്റ്റർ 32. ഭാഗവതം സ്കന്ധം 3 അധ്യായം 32. കപില ഉവാച അഥയോ ഗൃഹമേധീയാൻ ധർമാനേവാവസൻ ഗൃഹേ കാമമർദ്ധം ച ധർമാൻ സ്വാൻ ദോഗ്ധിഭൂയ പിബർത്തിതാൻ സചാപി ഭഗവദ്ധർമാത് കാമമൂഢഃ പരാമുഖഃ യജതേ ക്രതുഭിർദേവാൻ പിതॄംശ്ച ശ്രദ്ധയാന്വിതഃ തച്ഛ്രദ്ധയാ ക്രാന്തമതിഃ പിതൃദേവവ്രതഃ പുമാൻ ഗത്വാ ചാന്ദ്രമസം ലോകം സോമഭാഗ് പുനരേഷ്യതി യദാ ചാഹീന്ദ്രശയ്യായാം ശേദേ നന്ദാസനോ ഹരിഃ തദാ ലോകാലയം യാന്തി ത ഏതേ ഗൃഹമേധിനാം യേ സ്വധർമാന്ന ദുഹ്യന്തി ധീരകാമാർത്ഥഹേതവേ നിസ്സംഗാന്യസ്തകർമാണഃ പ്രശാന്താഃ ശുദ്ധചേതസഃ നിവൃത്തിധർമ്മനിരതാ നിർമ്മമാ നിരഹംകൃതാഃ സ്വധർമാഖ്യേന സത്വേന പരിശുദ്ധേന ചേതസാ സൂര്യദ്വാരേണ തേ യാന്തി പുരുഷം വിശ്വതോമുഖം പരാവരേശം പ്രകൃതിമസ്യോത്പത്യന്തഭാവനം ദ്വിപരാർത്ഥാവസാനേയ പ്രളയോ ബ്രഹ്മണസ്തു തേ താവദധ്യാസദേ ലോകം പരസ്യ പരചിന്തകാഃ ക്ഷ്മാംഭോ നലാനിലവിയന്മന ഇന്ദ്രിയാർത്ഥഭൂതാദിഭിഃ പരിവൃതം പ്രതിസഞ്ജിഹീർഷുഃ അവ്യാകൃതം വിശതി യർഹി ഗുണത്രയാത്മാ കാലം പരാഖ്യമനുഭൂയ പരസ്വയംഭൂഃ ഏവം പരേത്യ ഭഗവന്തമനുപ്രവിഷ്ടാ യേ യോഗിനോ ജിതമരുന്മനസോ വിരാഗാഃ തേനൈവ സാഗമമൃതം പുരുഷം പുരാണം ബ്രഹ്മപ്രധാനമുപയാന്ത്യഗതാഭിമാനാഃ അഥ തം സർവഭൂതാനാം ഹൃത്പത്മേഷു കൃതാലയം ശ്രുതാനുഭാവം ശരണം വ്രജഭാവേന ഭാമിനി അദ്യ സ്ഥിരചരാണാം യോ വേദഗർഭഃ സഹർഷിഭിഃ യോഗേശ്വരൈ കുമാരാഢ്യൈ സിദ്ധൈർയോഗപ്രവർത്തകൈഃ വേദദൃഷ്ട്യാഭിമാനേന നിസ്സംഗേനാഭികർമ്മണാ കർത്തൃത്വാത് സഗുണം ബ്രഹ്മപുരുഷം പുരുഷർഷഭം സസംസൃത്യ പുനഃ കാലേ കാലേനേശ്വരമൂർത്തിനാ ജാതേ ഗുണവ്യതികരേ യഥാ പൂർവം പ്രജായതേ ഐശ്വര്യം പാരമേഷ്ട്യം ച തേപി ധർമ്മവിനിർമ്മിതം നിഷേവ്യ പുനരായാന്തി ഗുണവ്യതികരേ സദി യേ ത്വിഹാസക്തമനസഃ കർമ്മസു ശ്രദ്ധയാന്വിതാഃ കുർവന്ത്യ പ്രതിഷിദ്ധാനി നിത്യാന്യപി ച കൃഷ്ണശഃ രജസാ കുണ്ഡമനസ കാമാത്മനോ ജിതേന്ദ്രിയാഃ പിതॄൻ യജന്ത്യനുദിനം ഗൃഹേഷ്വഭിരതാശയാഃ ത്രൈവർഗികാസ്തേ പുരുഷാ വിമുഖാ ഹരിമേധസഃ കഥായാം കഥനീയോരുവിക്രമസ്യ മധുദ്വിഷഃ നൂനം ദൈവേന വിഹദാ യേ ചാപ്യുദകഥാ സുധാം ഹിത്വാ ശൃണ്വന്ത്യസദ്ഗാഥാ പുരീഷമിവ വിഡ്ഭുജഃ ദക്ഷിണേന പദാര്യമണ പിതൃലോകം വ്രജന്തി തേ പ്രജാമനുപ്രജായന്തേ ശ്മശാനാന്തക്രിയാഹൃതഃ തതസ്തേ ക്ഷീണസുഹൃദാഃ പുനർലോകമിമം സതി പതന്തി വിവശാ ദേവൈഃ സദ്യോ വിഭ്രംശിതോദയാഃ തസ്മാത് ത്വം സർവഭാവേന ഭജസ്വ പരിമേഷ്ടിനം തദ്ഗുണാശ്രയയയാ ഭക്ര്യാ ഭജനീയ പദാംബുജം വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിതഃ
जनयत्याशु वैराग्यं ज्ञानं यद्ब्रह्मदर्शनं यदास्य चित्तमर्थेषु समेष्विन्द्रियवृत्तिभिः न विगृह्णाति वैषम्यं प्रियमप्रियमित्युद स तथैवात्मनात्मानं निस्सङ्गं समदर्शनं हेयोपादेयरहितमारूढं पदमीक्षते ज्ञानमात्रं परं ब्रह्म परमात्मेश्वरपुमान् दृश्यादिभिः पृथग्भावैर्भगवानेकयीयते एतावानेव योगेन समग्रेणेह योगिनः युज्यतेऽभिमतो ह्यर्थो यदसङ्गस्तु कृष्णशः ज्ञानमेकं पराचीनैरिन्द्रियैर्ब्रह्मनिर्गुणम् अवभात्यर्थरूपेण भ्रान्त्या शब्दादिधर्मिणां यदा महानहं रूपस्त्रिवृत्पञ्चविधः स्वराट् एकादशविधस्तस्य वपुरण्डं जगद्यदः एतद्वै श्रद्धया भक्त्या योगाभ्यासेन नित्यशः समाहितात्मा निस्सङ्गो विरक्त्या परिपश्यति इत्येतत् कथितं गुर्विज्ञानं तद्ब्रह्मदर्शनं येनावबुध्यते तत्त्वं प्रकृतेः पुरुषस्य च ज्ञानयोगश्च मन्निष्ठो नैर्गुण्यो भक्तिलक्षणः द्वयोरप्येक एवार्थो भगवच्छब्दलक्षणः यथेन्द्रियैः पृथग्द्वारैरर्थो बहुगुणाश्रयः एको नानेयते तद्वद्भगवान् शास्त्रवर्त्मभिः क्रियया क्रतुभिर्दानैः तपस्वाध्यायमर्शनैः आत्मेन्द्रियजयेनाभिसन्न्यासेन च कर्मणां योगेन विविधाङ्गेन भक्तियोगेन चैव हि धर्मेणोभयचिह्नेन यः प्रवृत्तिनिवृत्तिमान् आत्मतत्त्वावबोधेन वैराग्येण दृढेन च ईयते भगवानेभिः सगुणो निर्गुणस्वदृक् प्रावोजं भक्तियोगस्य स्वरूपं ते चतुर्विधम् कालस्य चाव्यक्तगतेर्योऽन्तर्धावति जन्तुषु जीवस्य संसृतिर्बह्वीरविद्याकर्मनिर्मिताः या स्वङ्गप्रविशन्नात्मा न वेद गतिमात्मनः नैतत्कलायोपदिशेन्न विनीताय कर्हिचित् न स्तब्धाय न भिन्नाय नैव धर्मध्वजाय च न लोलुपायोपदिशेन्न गृहारूढचेतसे न भक्ताय च मे जातु न मद्भक्तद्विषामभि श्रद्धदानाय भक्ताय विनीतायानसूयवे भूतेषु कृतमैत्राय शुश्रूषाभिरदाय च बहिर्जातविरागाय शान्तचित्ताय दीयतां निर्मत्सराय शुचये यस्याहं प्रेयसां प्रियः य इदं शृणुयादम्ब श्रद्धया पुरुषः सकृत् यो वाभिदत्ते मच्चित्तः सह्येति पदवीं च मे इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां तृतीयस्कन्धे कापिलेयोपाख्याने 32तमोऽध्यायः।